കൊച്ചിയിൽ ഇപ്പോൾ എൻ രാധാകൃഷ്ണന്റെ ഈ എൻജോയുമായി ബന്ധപ്പെട്ട് അവർക്ക് പണം തിരികെ നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരാതികളുണ്ട്, നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ തട്ടിപ്പിന്റെ ഒരു നാൾ വഴി ആദ്യം വിശദീകരിക്കാം സിജോ. സ്നേഹ 2016 ഈ പ്രധാനമായും ഈ ചെറിയ രീതിയിലെങ്കിലും ഈ ഇത്തരത്തിലൊരു തട്ടിപ്പുകൾക്ക് അനന്തകൃഷ്ണൻ തുടക്കമിടുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നവർ. അതായത് ഏതാണ്ട് ഒരു 18 വയസ്സുള്ളപ്പോൾ ഇത് സജീവമായി ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഏതാണ്ട് 2018-19 കാലയളവിലൊക്കെ NGOകൾ രൂപീകരിച്ച് അത്തരത്തിൽ ഈ തട്ടിപ്പുകൾ രൂപീകരിക്കുന്നു. ഏറ്റവും പ്രധാനമായും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഈ ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കും. ആ നാട്ടിലെ പ്രധാനമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സമീപിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ മുൻനിരയിൽ നിർത്തി ഇത് ഒരു സർക്കാർ സബ്സിഡിയോടുകൂടി ലഭ്യമാകുന്ന ഒരു പരിപാടി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും അതുവഴി കൂടുതൽ ആളുകളെ ഈ സൊസൈറ്റിയിൽ ചേർക്കുകയും അവിടെ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ആണ് പതിവ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ വളങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ കാർഷികോപകരണങ്ങളും ഇതെല്ലാം തന്നെ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ലഭിച്ചതോടുകൂടി ഇത് കിട്ടുമെന്നൊരു വിശ്വാസ്യത ആർജിക്കുകയും ചെയ്തു. പിന്നീട് ആണ് ഇത്തരത്തിൽ സ്കൂട്ടർ നൽകാം എന്ന രീതിയിൽ പണം വാങ്ങുന്നത്. ആ പണം വാങ്ങി ചിലർക്കെല്ലാം കിട്ടുകയും ചെയ്തു. പക്ഷേ പിന്നീട് കിട്ടുന്നില്ല. അത് CSR ഫണ്ട് കൃത്യമായി ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നൽകാൻ തടസ്സം എന്ന രീതിയിൽ പറയുകയായിരുന്നു. ഈ പണം മൊത്തം എങ്ങോട്ട് പോയി, ഏത് വഴിക്ക് വകമാറ്റി എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും ഈ അന്വേഷണം നടക്കേണ്ടത്. എന്തായാലും അതിനുശേഷമാണ് വ്യാപകമായി ഇത്തരത്തിൽ പലർക്കും ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടാണ്ട് വരുന്നു. അതായത് സ്കൂട്ടറും ലാപ്ടോപ്പും എല്ലാം സബ്സിഡി നിരക്കിൽ വില കുറച്ച് നൽകാം എന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ NGOകളെല്ലാം രൂപീകരിച്ച് വരികയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് പലതരത്തിലും പരാതി ഉയരുകയും ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ പരാതി കൂടുതലായി ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഏതാണ്ട് ഇടുക്കി ജില്ലയിൽ മാത്രം ഏതാണ്ട് 300-ലധികം പരാതികൾ ഇതുവരെ പല സ്റ്റേഷനുകളായി ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇതിനെ സമീപിക്കുന്നത് പല രീതിയിലായിരിക്കും. അതായത് ഓരോ വ്യക്തികളും ഇത്തരത്തിൽ പരാതിയുമായി വന്നാൽ അത് പോലീസിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇത് പ്രധാനമായും ഇതിന് ചില കോർഡിനേറ്റർമാരെ നിയോഗിച്ചിരുന്നു അനന്തകൃഷ്ണൻ. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ കോർഡിനേറ്റർമാരുടെ ഒരു രീതിയിൽ അവരെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആളുകളെ ഇതിനകത്ത് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കോർഡിനേറ്റർമാരെ വഴി ആയിരിക്കും ഈ വിവരശേഖരണം നടത്തുക. അവരാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പരാതി നൽകുമ്പോൾ വലിയ രീതിയിലുള്ള തുക തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കൂടുതൽ പരാതികൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളത് കൃഷ്ണനെതിരെ മുമ്പും പരാതികൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അതായത് BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരിയെ തന്നെ പലതവണയായി 25 ലക്ഷം രൂപ അവരിൽ നിന്ന് തട്ടിയെടുത്തു എന്ന പുതിയ വിവരങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? BJP സംസ്ഥാന സമിതി അംഗമാണ് ഈ KN ഗീതാകുമാരി. അവർ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ആരോപണം, അതായത് ഈ സ്കൂട്ടർ, ലാപ്ടോപ്പൊക്കെ സബ്സിഡി നിരക്കിൽ നൽകുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. 2016-17 കാലയളവിൽ ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ്, അതായത് മറ്റൊരു സ്ഥലത്ത് മദ്രാസിൽ ഈ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനും ഒരു തോട്ടം വാങ്ങാനും എസ്റ്റേറ്റ് വാങ്ങാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പണം വാങ്ങിയതെന്നാണ് പറയുന്നത്. എസ്റ്റേറ്റും ഹോസ്പിറ്റലും വാങ്ങാനെന്ന പേരിൽ 25 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി വാങ്ങി. പണം വാങ്ങുന്ന സമയത്ത് അത് ഈ പ്രമീള ദേവിയുടെ PA എന്ന പേരിലാണ് ഈ അനന്തകൃഷ്ണൻ ഇവരെ സമീപിക്കുന്നത്. ഇവർക്കെല്ലാം പരിചയമുള്ള ഒരു മുഖം കൂടിയാണ് അനന്തകൃഷ്ണനെ ഈ പണം നൽകുന്നതിന് മുമ്പായി ഗീതാകുമാരി പറയുന്നത് ഈ വീട്ടിൽ അവരെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു, പ്രമീള ദേവിയുമായി സംസാരിച്ചിരുന്നു. പ്രമീള ദേവി അനന്തുവിനെ വിശ്വസിക്കാമെന്ന് ഉറപ്പ് നൽകി അതിനുശേഷമാണ് ഈ പണം നൽകിയത് എന്ന് പറയുന്നതാണ്. പിന്നീട് ഇത് പണം ലഭിക്കാതെ വന്നപ്പോൾ പല ഘട്ടങ്ങളിൽ ചർച്ചകൾ വരുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പല പ്രാവശ്യം ചെക്ക് നൽകി, പണം നൽകാനായിട്ട് പേരിൽ ചെക്ക് നൽകി. ഈ ചെക്ക് മടങ്ങിയതിനെ തുടർന്നാണ് പിന്നീട് മുട്ടം പോലീസിൽ പരാതി നൽകുന്നതും പിന്നീട് അത് കോടതിയിലേക്ക് നീങ്ങുന്നതും. ഇപ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ആ
കേസ് ഇരിക്കുന്നത്. ഈ കേസ് വാദിക്കാൻ അനന്തുവിന് വേണ്ടി ഹാജരായത് ലാലി വിൽസൻ്റെ ആണ് എന്നും ഗീതാകുമാരി പറയുന്നുണ്ട്. അനന്തു ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള രീതിയിൽ നേതൃത്വത്തെ അറിയിച്ചു, BJP നേതൃത്വത്തെ അറിയിച്ച കാര്യവും ഈ ഗീതാകുമാരി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് അനന്തു ഫോട്ടോ എടുക്കുന്നു. ഒപ്പം തന്നെ BJP നേതാക്കൾക്ക് ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർക്കൊപ്പം തന്നെ നിന്നും ഈ അനന്തു ഫോട്ടോ എടുക്കുന്നു. പല വേദികളിലും അനന്തു പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ എല്ലാം കണ്ടു ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന തരത്തിൽ ഒരു സൂചന നേതൃത്വത്തിന് നൽകിയിരുന്നതായും പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത്, സത്യസായി സേവാ സമിതിയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരു ആനന്ദകുമാറാണ് പല വേദികളിലും ഇത്തരത്തിൽ അനന്തുവിനെ അവതരിപ്പിച്ചതെന്ന ഒരു ആരോപണവും ഈ ഗീതാകുമാരി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, തട്ടിപ്പ് ഇന്നലെ തുടങ്ങിയതല്ല. ഈ 2016-17 കാലയളവിൽ ഈ പൈസ വാങ്ങുന്നു. 2018 അത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. 19 അത് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും പണം മടക്കി നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ മുന്നിൽ നിർത്തിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. വിവിധ ചിത്രങ്ങളും അതിനോടനുബന്ധമായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ നവകേരള സദസ്സിലടക്കം മന്ത്രിമാർക്കൊപ്പം നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം ഈ അനന്തകൃഷ്ണനും വേദി പങ്കിടുന്നതും എല്ലാം തന്നെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണൻ വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കുട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്തരത്തിൽ ഈ അനന്തകൃഷ്ണൻ്റെ കോളപ്രയിലുള്ള വീടിന് സമീപത്തും ഒപ്പം തന്നെ ഈ മുട്ടം തുടങ്ങിയ ഭാഗങ്ങളിലും പാലായിലുമൊക്കെ വിവിധ രീതിയിൽ പല ഭൂമികളും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.